പ്രിയപ്പെട്ടവരെ, CST വേർഡ് ആൻഡ് മിഷൻ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. യേശുവിനെ അറിയുവാനും വചനം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈ തിരുവചന ശുശ്രൂഷ നിങ്ങൾക്ക് സഹായകമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെയും ആശംസയോടെയും ഫാദർ ടോണി പഴയകളം, CST. ഈശോയിൽ സ്നേഹമുള്ളവരെ, നോമ്പിൻ്റെ 5-ാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൂടാര തിരുനാളിൻ്റെ ആരാധനക്രമത്തിൽ കേന്ദ്രസ്ഥാനമാണ് ജല അർപ്പണത്തിനുള്ളത്. പുതിയ വെള്ളം കൊണ്ട് അൾത്താരയ്ക്ക് ചുറ്റും വിശുദ്ധീകരിക്കുന്ന ഒരു കർമ്മം. യഹൂദ സംസ്കാരത്തിൽ വെള്ളം കൊണ്ട് പവിത്രമാക്കാത്ത ഇടം ഒരിക്കലും ആരാധനയ്ക്കോ ദൈവിക സ്ഥാനമായിട്ടോ പേര് പറയുവാൻ സാധിക്കാത്തൊരിടമാണ്. യേശു ഈ തിരുനാളിൻ്റെ അവസാന ദിവസമാണ് സംസാരിക്കുന്നത്. വാക്കുകളുടെ പ്രാധാന്യം സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക. ഒരു സാംസ്കാരിക ചുറ്റുപാടിനെ, പരിസരത്തെയാണ് വചന സാന്നിധ്യം കൊണ്ട് മാതൃകയാക്കി മാറ്റുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലെ തുടർച്ചയായിട്ടുള്ളൊരു ചിന്തയാണിത്. യേശു സാന്നിധ്യം കൊണ്ട് പല ആചാരങ്ങളെയും ക്ഷാളനങ്ങളെയും മാറ്റിമറിക്കുന്ന വചന സാന്നിധ്യം. ഒന്നാമതായി, കാനായിലെ ക്ഷാളന വെള്ളം ക്രിസ്തു സാന്നിധ്യം ആഘോഷത്തിൻ്റെ അനുഭവമാക്കി മാറ്റുകയാണ്. രണ്ടാമതായിട്ട്, ഇന്നത്തെ സുവിശേഷത്തിൽ കൂടാര തിരുനാൾ, ആചാര ക്ഷാളന ജലകർമ്മങ്ങൾ ദൈവരാജ്യ അനുഭവത്തിൻ്റെ ഉറവയായി യേശു മാറുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ആചാരങ്ങളിൽ നിന്ന് ആത്മാവ് നൽകുന്ന അർത്ഥമുള്ള ജീവിതകാലമായിരിക്കണം നോമ്പ് എന്നീ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നു. ആചാരങ്ങളിൽ ആത്മാവ് നിറയുന്ന കാലമാണ് നോമ്പ്. ഇന്നത്തെ വചനവ്യാഖ്യാനത്തിന് 2 തലങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, വചനവുമായി ചേർത്ത് വെച്ചൊരു പഠനം. രണ്ടാമതായി, പ്രകൃതിയുമായി ചേർത്ത് വെച്ചൊരു ചിന്ത. വചനം അതിൽ തന്നെ സമ്പൂർണ്ണമാണ്. അത് വ്യക്തമായും പറയുന്നുണ്ട്. യേശു എപ്പോൾ, എന്ന്, എന്തിനു വേണ്ടി ഈ വചനങ്ങൾ പറഞ്ഞു. അവൻ കൂടാര തിരുനാളിൽ ജീവജലത്തെക്കുറിച്ച് ആത്മാവിനെ സൂചിപ്പിക്കുന്നതിനു വേണ്ടി പറഞ്ഞു. ഗുരു പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂട്ടിച്ചേർക്കാനൊന്നുമില്ല. ധ്യാനമാണ് ബാക്കി. ഈ ധ്യാനത്തിൻ്റെ ഒരു വശമാണ് നാം ഇപ്പോൾ ശ്രമിക്കുന്നത്. ബൈബിളിലെ സൃഷ്ടിയുടെ വായനകളിൽ മണ്ണും മനുഷ്യനും വളരെയേറെ അടുത്തു നിൽക്കുന്നു. ദൈവകരങ്ങളിൽ വാരിപ്പിടിച്ച മണ്ണിലാണ് മനുഷ്യൻ ജനിക്കുന്നത്. ഒന്ന് തിരിച്ചു ചിന്തിക്കുക. ദൈവം വാരിപ്പിടിക്കാതിരുന്ന മണ്ണ് മനുഷ്യൻ്റെ കാൽച്ചുവട്ടിലും ദൈവം വാരിയെടുത്തത് ദൈവഛായയിലുമായി തീർന്നു. ആത്മാവിനെ നിറച്ചപ്പോഴാണ് ഈ മണ്ണിന് ഒരു വ്യത്യാസം വന്നത്. ആത്മാവിൻ്റെ നിറവിൽ മണ്ണ് മനുഷ്യനായി. നിറവ് നഷ്ടപ്പെടുമ്പോൾ വീണ്ടും മനുഷ്യൻ മണ്ണാകുന്നത് ഒന്ന് വിശാലമായി ചിന്തിക്കുക. അപരൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണാകുന്നത് എപ്പോഴാണ്? ഈ ദൈവതൃക്കരങ്ങളിൽ നിന്നും ഊർന്നു മാറുമ്പോൾ എന്നൊരു ധ്യാനമുണ്ട്. ദൈവതൃക്കരങ്ങളിൽ നിന്നും ഊർന്നു മാറുമ്പോൾ നാം വെറും മണ്ണായിത്തീരുന്നു എന്നൊരു ധ്യാനം കൂടിയുണ്ട്. മണ്ണും മനുഷ്യനും തമ്മിൽ ചേർത്ത് വെച്ചൊരു ധ്യാനമാണ് ഇവിടെ ലഭിക്കുന്നത്. മണ്ണിൽ നിന്നും മാറി മനുഷ്യനാവാൻ ആത്മാവിൻ്റെ സഹവാസത്തിൻ്റെ ദൂരം എല്ലാവർക്കും ആവശ്യമാണ്. ഇതേ കാര്യം തിരിച്ചും ഒരു സാധ്യതയാണ്. മനുഷ്യനിൽ നിന്നും മണ്ണിലേക്കുള്ള ദൂരം എത്ര? നോമ്പുകാലത്തിൻ്റെ പകുതിയിൽ ശരീരത്തിനും ദൈവത്തിനും മധ്യേ ആത്മാവിനെ ധ്യാനിക്കണം എന്ന് തിരുവചനം ആവശ്യപ്പെടുന്നു. നിന്റെ ദൈവസങ്കല്പങ്ങളുടെയും മനുഷ്യസങ്കല്പങ്ങളുടെയും പൂർണ്ണതയാണ് ആത്മാവ്. അതിനാൽ യേശുവിൻ്റെ വചന പരിസരം ഇതാണ് കൂടാര തിരുനാൾ. വചനം ഇതാണ്, ദാഹിക്കുന്നവൻ എന്നിൽ നിന്നും കുടിക്കട്ടെ. വചനത്തിൻ്റെ അർത്ഥം ഇതാണ്, ആത്മാവാകുന്ന ജലം. തിരുനാളുകൾ സാക്ഷാത്കാരത്തിൻ്റെ ദിനങ്ങളാണ്. മനുഷ്യൻ തൻ്റെ പൂർണ്ണതകളെ തിരയുന്ന ദിനം. തൻ്റെ മാനുഷിക ദിനങ്ങളെയും അധ്വാനങ്ങളെയും കണക്കുകൂട്ടലുകളെയും ഒരു വിശുദ്ധ ദിനത്തിൽ കൊണ്ടുവന്ന് അനുഗ്രഹം യാചിക്കുന്ന തലമാണ് തിരുനാൾ. ഓരോ തിരുനാളും ഈ അസ്തിത്വത്തിൻ്റെ, തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓർമ്മയാണ്. തിരുനാളിൽ വിളവിൻ്റെ ഫലം കർത്താവിൻ്റെ മുമ്പിൽ വയ്ക്കുമ്പോൾ അധ്വാനവും ദിനങ്ങളും മാത്രമല്ല, ഒരു ജനം എന്ന രീതിയിൽ ഇസ്രായേൽ മുഴുവൻ അവിടെ ഒരു സാന്നിധ്യമായിരുന്നു. അങ്ങനെ തിരുനാൾ ഇസ്രായേലിൻ്റെ ജീവിതത്തിലെ ദൈവാന്വേഷണത്തിൻ്റെയും മനുഷ്യാന്വേഷണത്തിൻ്റെയും അവിഭാജ്യ സ്ഥാനമായിരുന്നു, ദിനമായിരുന്നു. ഈ ദിനത്തിൻ്റെ അവസാന ദിവസം യേശു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ആർക്കെങ്കിലും ആത്മാവാകുന്ന ജലം ആവശ്യമെങ്കിൽ എന്നിൽ വന്ന് കുടിക്കട്ടെ.
ദൈവ മനുഷ്യ കൂടിക്കാഴ്ചയുടെ ഇടമാണ് ആത്മാവ്. വിശ്വാസത്തിലൂടെയാണ് ഈ തലം സജീവമാകുന്നത് എന്ന് യേശു വ്യക്തമായും പറയുന്നുണ്ട്. നിന്നിൽ ദൈവം ഇറങ്ങുന്നതും നീ ദൈവത്തിലേക്ക് ഉയരുന്നതുമായ അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ആത്മാവിനെ ഉയർത്തി നിർത്തുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ, ഇതാണ് ആരാധന. വീണ്ടും 3-ാമത്തെ തിരുവചനം പറയുകയാണ്, ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ. വിശ്വാസവും ആത്മാവിൻ്റെ സാന്നിധ്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് സുവിശേഷം സൂചിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38-ാം വാക്യം, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. വിശ്വസിക്കുന്നവൻ യേശുവിൽ നിന്നും സ്വീകരിക്കും. അവൻ ആത്മാവിൻ്റെ ഒഴുക്ക് തീർക്കുന്ന ഒരു വ്യക്തിയായിത്തീരും. തിരുനാളുകൾ ആത്മാവിൻ്റെ നിറവിന് വേണ്ടിയായിരിക്കണം. ആത്മാവിനാൽ നിറഞ്ഞവൻ ആത്മാവിൻ്റെ ഫലങ്ങളുടെ ഒരു പുതിയ സ്രോതസ്സായി മാറണം. ഈസ്റ്റർ എന്ന തിരുനാളിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ സഭയോട് തിരുവചനം ആവശ്യപ്പെടുന്നത് ഇതാണ്: നോമ്പ്, ഒരുക്കം ആത്മാവിൻ്റെ നിറവിൻ്റെ കാലഘട്ടമായിരിക്കണം. ജീവൻ്റെ തിരുനാളിലേക്ക് മനുഷ്യൻ നടത്തുന്ന ആത്മീയ യാത്രയായിരിക്കണം നോമ്പ്. രണ്ടാമതായി, പ്രകൃതിയുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ചെറിയ ചിന്ത. എപ്പോഴാണ് മണ്ണ് മനുഷ്യന് അലർജിക്ക് കാരണമാകുന്നത്? എപ്പോഴാണോ മണ്ണിൻ്റെ ജലാംശം കൂടുതലായി നഷ്ടപ്പെട്ട് അത് വരണ്ട് നമ്മുടെ ശ്വാസത്തിൻ്റെ ഭാഗമായി പ്രത്യക്ഷപ്പെടുക, അപ്പോഴാണ് മണ്ണ് മനുഷ്യന് അലർജിയായിത്തീരുന്നത്. ജലാംശം നഷ്ടപ്പെടുന്ന മണ്ണ് മനുഷ്യന് ശത്രുവായിത്തീരും. ഇവിടെയാണ് ജലവുമായി ചേർത്ത് വെച്ചൊരു ധ്യാനമൊരുങ്ങുന്നത്. നിന്റെ മണ്ണിനെ, മനുഷ്യൻ്റെ മനസ്സിനെ വരണ്ടുണങ്ങി സ്വയം വിനയായിത്തീരാതിരിക്കുവാൻ, മനുഷ്യന് ശത്രുവായിത്തീരാതിരിക്കാനുള്ള ദൈവം നൽകുന്ന മൃദുക്കൂട്ടാണ് ആത്മാവ്. മനുഷ്യനായിരിക്കാൻ ദൈവം നൽകുന്ന ജലത്തിൻ്റെ ഒഴുക്കാണ് ആത്മാവ്. നിന്റെയും എൻ്റെയും ഉള്ളിലേക്ക് ഈ മനുഷ്യത്വത്തിൻ്റെ നന്മ നൽകുന്ന ആത്മാവിനെ സ്വീകരിക്കുക എന്നാണ് തിരുവചനം ഓർമ്മിപ്പിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 3-ാം വാക്യം വ്യക്തമായും പറയുന്നുണ്ട്, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ വരണ്ട സ്ഥിതികളിലേക്ക് കടന്നു വരുന്ന ആത്മാവിൻ്റെ ചൈതന്യമാണ് ഈ നോമ്പുകാലത്ത് നാം പ്രാർത്ഥിക്കേണ്ടത്. ജീവൻ്റെ തിരുനാളായി ഈസ്റ്ററിലേക്ക് ഒരുങ്ങുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥനയും ഇതായിരിക്കണം: എൻ്റെ ഭൂമി വരണ്ടു പോകാതിരിക്കുവാൻ, എൻ്റെ ജീവിതം വരണ്ടു പോകാതിരിക്കുവാൻ, എന്നിലെ മനുഷ്യത്വത്തിൻ്റെ നന്മ തീർന്നു പോകാതിരിക്കുവാൻ ദൈവമേ നിൻ്റെ ആത്മാവിനെ കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥന. വിശ്വാസ വർഷത്തിൽ ഈ നോമ്പിലെ 5-ാം ഞായറിലെ നമ്മുടെ പ്രാർത്ഥനയും ഇതായിരിക്കട്ടെ: ആത്മാവിൻ്റെ നിറവിനായി പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ യേശുവിൽ നിന്നും കുടിക്കുക. നീ മനുഷ്യനായിരിക്കുവാൻ, നമ്മുടെ സംസ്കാരം മനുഷ്യനെ മാനിക്കുന്നതായിരിക്കുവാൻ, ആത്മാവ് നഷ്ടപ്പെട്ട മണ്ണ് ആകാതിരിക്കുന്നതിന് ആത്മാവിൻ്റെ സജീവ സാന്നിധ്യം കൊണ്ട് നമ്മെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം നിങ്ങളുടെ മേലും CST വേർഡ് ആൻഡ് മിഷൻ്റെ മേലും സമൃദ്ധമായി തൻ്റെ കൃപ ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്മ ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.